നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. സമ്പത്ത് വാരിക്കോരി നൽകുന്ന ഗ്രഹമാണ് ശുക്രൻ. ഇടവൻ രാശിയിലുള്ള ശുക്രൻ ജൂൺ 12 മിഥുനൻ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. ജൂലൈ 7 വരെ ശുക്രൻ മിഥുനൻ രാശിയിൽ തുടരും. ശുക്രന്റെ ഈ രാശി മാറ്റം ചില നക്ഷത്ര ജാതകർക്ക് വളരെയേറെ ഗുണമാണ്. എന്നാൽ മറ്റു ചില നക്ഷത്ര ജാതകർക്ക് അശുഭകരമായിട്ടുള്ള ഫലങ്ങളും നൽകും. എന്നാൽ ഒരുപാട് ധനം വന്നു ചേരുന്ന, ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും മാറുന്ന, ഒരുപാട് ഐശ്വര്യം വന്നു ചേരുന്ന, ധാരാളം സമ്പാദ്യം വന്നു ചേരുന്ന, ധനം വന്നു ചേരുന്ന, ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകുന്ന കുറച്ച് നക്ഷത്ര ജാതകരുണ്ട്. ശുക്രന്റെ ഈ രാശി മാറ്റത്തിലൂടെ ജീവിതത്തിൽ വലിയ സൗഭാഗ്യങ്ങൾ ഈ നക്ഷത്ര ജാതകർ നേടിയെടുക്കും. ഇവരെ തേടി ഒരുപാട് സന്തോഷങ്ങൾ വന്നു ചേരും. ജീവിതത്തിലെ എല്ലാ കഷ്ടതകളും അവസാനിക്കും. നമ്മളൊക്കെ പലപ്പോഴും പറയാറില്ലേ, എനിക്ക് മാത്രം എന്തേ ഇങ്ങനെയൊരു വിധി വന്നു ചേർന്നത് എന്ന്. നിങ്ങളുടെ സമയം മാറുകയാണ്. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടും മാറി ഒരുപാട് അഭിവൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കും നിങ്ങൾ എത്താൻ പോകുകയാണ്. ഇനി നിങ്ങളുടെ സമയമാണ്, നിങ്ങളുടെ അഭിവൃദ്ധിയുടെ സമയമാണ്. കൊതിച്ചതെല്ലാം നേടുന്ന സമയമാണ്. ശുക്രന്റെ ഈ രാശിമാറ്റം നിങ്ങളിൽ പല രീതിയിൽ പല അനുഭവങ്ങൾ ഉണ്ടാക്കിയേക്കാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ധനധാന്യ സമൃദ്ധിയാണ്. നിങ്ങൾക്ക് ധാരാളം ധനം വന്നു ചേരും. നിങ്ങളുടെ ബിസിനസ് വിജയിക്കും. ശുക്രന്റെ രാശിമാറ്റത്തിലൂടെ ജീവിതത്തിൽ വലിയ സൗഭാഗ്യങ്ങളും സാമ്പത്തിക അഭിവൃദ്ധിയും സന്തോഷവും തേടിയെത്തുന്ന 3 രാശിക്കാരുണ്ട്. ഈ 3 രാശിക്കാരുടെ ജീവിതത്തിൽ ഇനി അത്ഭുതങ്ങൾ സംഭവിക്കും. ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകും. ആ നക്ഷത്ര ജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം. അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. ഞായറാഴ്ച ഒരു പ്രത്യേക പൂജയുണ്ട്. ആ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. ചാനൽ ഇഷ്ടമാകുന്നുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക. മേടൻ രാശിക്ക് ഏറ്റവും ഗുണപ്രദമായ നാളുകളാണ് ശുക്രന്റെ ഈ രാശി മാറ്റം കൊണ്ട് സംഭവിക്കുന്നത്. ജീവിതത്തിലെ എല്ലാ കഷ്ടതകളും മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും മേടൻ രാശിക്കാർ എത്തും. ഇവരുടെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറിക്കിട്ടും. ഇവർ ബിസിനസ്സിൽ ശോഭിക്കും. ഇവരുടെ കുടുംബജീവിതം സന്തോഷപ്രദമാകും. അപ്രതീക്ഷിതമായ ഒരു ധനനേട്ടം ഇവർക്ക് കൈവരും. ഇന്നലെ വരെ കഷ്ടതകൾ അനുഭവിച്ചവർ ഇനി നിരാശപ്പെടേണ്ട. നിങ്ങളുടെ ഇനിയുള്ള നാളുകൾ ഒരു അപ്രതീക്ഷിതമായ നേട്ടത്തിന്റെ സമയം തന്നെയായിരിക്കും. ആ നേട്ടം കൊയ്യുന്നതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് അശ്വതിയും ഭരണിയും കാർത്തികയും തന്നെയാണ്. നിങ്ങൾക്കിനി സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ്. നിങ്ങൾ എത്രമാത്രം പരാജയപ്പെട്ടിട്ടുണ്ടോ അവിടുന്നൊക്കെ നിങ്ങൾ വിജയിച്ചു കയറും. നിങ്ങളുടെ സങ്കടങ്ങളൊക്കെ മാറിക്കിട്ടും. മേടൻ രാശിക്കാർക്ക് ഈ ശുക്രന്റെ രാശിമാറ്റം ഏറ്റവും ഗുണം ചെയ്യും. ക്ഷേത്രദർശനം നടത്തണം. ഏത് ക്ഷേത്രദർശനം? ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം. അതുപോലെ തന്നെ തിങ്കളാഴ്ച ദിവസം 3 പച്ചക്കർപ്പൂരമെടുക്കുക. അതൊരു ഗ്ലാസ്സിലിട്ട് നിങ്ങളുടെ വീട്ടിന്റെ മുൻവശത്ത് വെക്കുക. നെഗറ്റീവ് എനർജിയൊക്കെ പോയി കിട്ടും. നിങ്ങളുടെ വീട്ടിൽ ഒരുപാട് സൗഭാഗ്യങ്ങൾ വന്നു നിറയും. വളരെ നിസ്സാരമായിട്ട് ചെയ്യാവുന്നതാണ്. പച്ചക്കർപ്പൂരം എടുക്കുക, ഒരു ഗ്ലാസ് എടുക്കുക, അതിനകത്ത് വെള്ളം നിറയ്ക്കുക. അതിനുശേഷം നിങ്ങളുടെ വീടിന്റെ മുൻവശത്ത് കിഴക്ക് വശത്ത് വെച്ചേക്കുക. അത് രാത്രി വേണമെങ്കിൽ ചെയ്യാം, പകല് വേണമെങ്കിൽ ചെയ്യാം, എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. ഒരുപാട് സൗഭാഗ്യ സമ്പന്നത നിങ്ങളെ തേടി വരും. ബിസിനസ്സൊക്കെ നടത്തുന്നവരാണ് എങ്കിൽ നിങ്ങളുടെ ബോക്സിൽ, ക്യാഷ് ബോക്സിൽ ഒരു അല്പം പച്ചക്കർപ്പൂരവും 2 ഏലക്കയും കൂടി ഇട്ടേക്കുക. ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ ഒരുപാട് വന്നു നിറയുന്നതായി കാണുവാൻ സാധിക്കും. പ്രത്യേകിച്ച് ഈ രാശിക്കാർ ഇതൊന്ന് ചെയ്തു നോക്കുക. ഒരുപാട് ഗുണം ചെയ്യും. മേടൻ രാശിക്കാർക്ക് ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ്. ശുക്രന്റെ രാശിമാറ്റം 9 നക്ഷത്ര ജാതകരിൽ ഏറ്റവും അധികം ഗുണം ചെയ്യുമ്പോൾ മേടൻ രാശിക്കാർക്കായിരിക്കും അത് ഒരുപാട് വന്നു ചേരുക. അടുത്തത് മിഥുനൻ രാശിക്കാരാണ്. കഷ്ടതകളുടെ ഒരു കൂമ്പാരം തന്നെയായിരുന്നു മിഥുന രാശിക്കാർക്ക്.
എന്നാൽ അതൊക്കെ മാറി ഇവർ രക്ഷപ്പെടാൻ പോകുകയാണ്. മകയിരം, തിരുവാതിര, പുണർത്തം എന്നീ നക്ഷത്രജാതകർക്ക് ഒരുപാട് സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്നു. രാജയോഗത്തിനും അപ്രതീക്ഷിതമായ ഒരു നേട്ടവും ഇവർക്ക് വന്നു ചേരും. തീർച്ചയായും ഇവർ വളരെയേറെ ഉയർച്ചയിലെത്തും. വളരെ നല്ല സമയമാണ്. ആഗ്രഹങ്ങൾ ഒക്കെ നടക്കുന്ന സമയമാണ്. ഭാഗ്യത്തിന്റെ ദിനങ്ങളാണ്. ശത്രുക്കളെ സൂക്ഷിക്കുക. കുടുംബജീവിതത്തിൽ സമാധാനമുണ്ടാകും. സാമ്പത്തിക തടസ്സം മാറിക്കിട്ടും. ബിസിനസ്സിൽ കൂടുതൽ നേട്ടമുണ്ടാകും. ലോട്ടറി അടിക്കും. സർവയോഗവും കാണുന്നു. അപ്രതീക്ഷിതമായ പല നല്ല അനുഭവങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. ഇനി നിങ്ങളുടെ സമയമാണ്. മിഥുന രാശിക്കാർക്ക് രാജയോഗ സമയമാണ്. എഴുതി വെച്ചോളൂ. നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും. നിങ്ങളുടെ ദുഃഖ ദുരിതങ്ങൾ മാറിക്കിട്ടും. ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി ഒരുപാട് അഭിവൃദ്ധിയിലേക്ക്, നേട്ടത്തിലേക്ക് നിങ്ങൾ എത്തും. ഗണപതി ഹോമം നടത്തണം. പാൽപായസം നടത്തുക. കണ്ണന് നല്ല ദിനങ്ങളാണ് വരുന്നത്. അത് മറക്കേണ്ട. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല ദിനങ്ങളാണ് ഇനി വരുന്നത്. അത് മറക്കേണ്ട. ഭാഗ്യത്തിലേക്ക് പോകും, ഉയർച്ചയിലേക്ക് പോകും. ആഗ്രഹങ്ങളൊക്കെ സഫലമാകുന്ന സമയമാണ്. ശത്രുദോഷമൊക്കെ ഉള്ളവർ ഒരു നാരങ്ങ എടുക്കുക. അത് രണ്ടായിട്ടൊന്ന് കീറുക. അതിനുശേഷം ഒരു അല്പം സിന്ദൂരം അതിൻ്റെ 2 പുറങ്ങളിലും തേക്കുക. തലയ്ക്ക് 3 പ്രാവശ്യം ഒഴിയുക. അതിനുശേഷം ഒഴുകുന്ന ജലത്തിൽ കളഞ്ഞേക്കുക. ശത്രുദോഷങ്ങളൊക്കെ മാറിക്കിട്ടും. വെള്ളിയാഴ്ചയോ ചൊവ്വാഴ്ചയോ ഇത് ചെയ്യാവുന്നതാണ്. ഏതായാലും മിഥുന രാശിക്കാർക്ക് ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ്. ജീവിതത്തിലെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ മാറുന്ന സമയം. എല്ലാ രീതിയിലും രക്ഷപ്പെട്ടിരിക്കും, ഉറപ്പാണ്. അടുത്ത നക്ഷത്രജാതകർ ധനുരാശിക്കാർക്കാണ്. ധനുരാശിക്കാർക്ക് ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ്. മൂലത്തിനും പൂരാടത്തിനും ഉത്രാടത്തിനും ഒരുപാട് ധനധാന്യ സമൃദ്ധികൾ വന്നു ചേരുന്നു. ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും മാറിക്കിട്ടുന്നു. ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഇവർക്ക് നടന്നു കിട്ടുന്നു. ധനുരാശിക്കാരെ സംബന്ധിച്ച് ഇവരുടെ 30 വയസ്സുവരെ വളരെയേറെ ബുദ്ധിമുട്ടുകൾ തന്നെയായിരിക്കും. എന്നാൽ പിന്നീട് ഇവർക്ക് ഒരുപാട് ഉയർച്ചകൾ വന്നു ചേരും ജീവിതത്തിൽ. അങ്ങനെ ഒരു ഉയർച്ചയുടെ സമയമാണ് ഇത്. ധനുരാശിക്കാർക്ക് 30 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ വന്നു ചേരുന്ന സമയം തന്നെയാണ്. ഉയർച്ചയുടെ സമയമാണ്. ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകുന്ന സമയമാണ്. ധനുരാശിക്കാർക്ക് നല്ല നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കും. ഇതുവരെ അവർ ആഗ്രഹിച്ച അതെന്തു തന്നെയാണെങ്കിലും അതൊക്കെ നടന്നു കിട്ടുന്ന സമയമാണ്. മൂലത്തിനും പൂരാടത്തിനും ഉത്രാടത്തിനും ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ്. ആഗ്രഹങ്ങൾ ഒക്കെ നടക്കുന്ന സമയം. വിവാഹം കഴിയുന്നതോടുകൂടി ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു തുടങ്ങും ധനുരാശിക്കാർക്ക്. വിവാഹം കഴിയുമ്പോഴായിരിക്കും ഇവരൊന്ന് രക്ഷപ്പെടുക. അതുവരെ ഇവരെ സംബന്ധിച്ച് ഒരുപാട് കഷ്ടതകൾ ഉണ്ടാകാം, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം, സങ്കടങ്ങൾ ഉണ്ടാകാം. എന്നാൽ വിവാഹം കഴിയുന്നതോടുകൂടി ധനുരാശിക്കാർ രക്ഷപ്പെടും. ഇവരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറിക്കിട്ടും. ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവരുടെ ജീവിതത്തിൽ നടന്നു കിട്ടും. വിദേശവാസമാണെങ്കിൽ അത് വിദേശത്ത് പോവുക മാത്രമല്ല, അവിടെ നല്ല നിലയിൽ എത്തിച്ചേരുവാനുള്ള ഒരു യോഗമൊക്കെ ഇവർക്ക് വന്നു ചേരും. അത്രയേറെ ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് ധനുരാശിക്കാർ എത്തുന്നത്. ഇനി ഇവരുടെ അഭിവൃദ്ധിയുടെയും നേട്ടത്തിൻ്റെയും അതീവ സമ്പൽ സമൃദ്ധിയുടെയും സമയമാണ്. ദുഃഖ ദുരിതങ്ങൾ മാറിക്കഴിഞ്ഞു. ഒത്തിരി സൗഭാഗ്യങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്നു. ശത്രുക്കൾ മിത്രങ്ങളാകും. അതുപോലെ തന്നെ കിട്ടാക്കടം ലഭിക്കും. കല്യാണക്കാര്യം തീരുമാനിക്കപ്പെടും. ഏതായാലും ഉയർച്ചയാണ്. ഒത്തിരി പരീക്ഷാ വിജയങ്ങളൊക്കെ നേടുവാനും പുതിയ വാഹനം വാങ്ങാനും ലോട്ടറി അടിക്കുവാനും അതുപോലെ വിദേശ രാജ്യത്തൊക്കെ പോകുവാനും എല്ലാ രീതിയിലും രക്ഷപ്പെടുവാൻ ഇവർക്ക് യോഗം വന്നു ചേരുന്നു. സമൃദ്ധിയും സന്തോഷവും ജീവിതത്തിൽ തിളങ്ങട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നു എങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി, നമസ്കാരം.